വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. രണ്ടാമത്തെ എന്താണ്? അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. മൂന്നാമത്തെ പറയുന്നത് അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. നാലാമത്തെ പോയിൻ്റ് എന്താണ്? കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അപ്പോൾ ഇതിൽ 2, 3, 4 ഒക്കെ ശരിയാണ്. ഒന്നാമത്തെ തെറ്റാണ്. അതായത് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് 1809 തമിഴ്നാട്ടിൽ കന്യാകുമാരിയിൽ ശാസ്താംകോവിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. അപ്പോൾ അതൊന്ന് ഓർമ്മിച്ചേക്കുക. അതുപോലെ തന്നെ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് 1836. പിന്നെ മുന്തിരിക്കിണർ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ തന്നെയാണ് വൈകുണ്ഠസ്വാമികൾ തന്നെയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ബി ആണ് കേട്ടോ. ബി ഒന്നും കൂടെ വായിക്കാം. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് 1809 മാർച്ച് 12 അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതുപോലെ സമത്വ സമാജ സ്ഥാപകനാണ്. മുന്തിരിക്കിണർ സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന കലാപം നടന്നത് 1812 ശരിയായ പ്രസ്താവനയാണ്. നമുക്കിവിടെ വേണ്ടത് തെറ്റായതാണ് അല്ലേ. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. അതെന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. രാമനമ്പിയെയല്ല നിയോഗിച്ചത്. രാമനമ്പിയാണ് കലാപത്തിൻ്റെ നേതാവ്. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. അതും തെറ്റാണ്. ബ്രിട്ടീഷുകാർ വധിച്ചത് ആരെയാണ്? പ്രധാന നേതാവായ രാമനമ്പിയെയാണ് വധിച്ചത്. ഏതാണ് വർഷം? 1812 മെയ് 1 രാമനമ്പിയെ വധിച്ചത്. നാലാമത്തെ പ്രസ്താവന എന്താണ്? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇതിൽ തെറ്റ് പറയുന്നത് 2ഉം 3ഉം അതായത് ഓപ്ഷൻ ഏതാണ്? 2ഉം 3ഉം വരുന്നത് സി ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യ ഗിരിവർഗ കലാപം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഏതുതന്നെയാണ്? കുറിച്യർ കലാപമാണ്. നടന്ന വർഷം 1812. കുറിച്യർ കലാപം അടിച്ചമർത്തിയതോ 1812 മെയ് 8. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാങ്കാങ്ങിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാങ്കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഒന്നാമത്തെ പ്രസ്താവന സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. രണ്ടാമത്തെ പ്രസ്താവന സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. മൂന്നാമത്തേത് എന്താ പറയുന്നത്? ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. നാലാമത്തെ പ്രസ്താവന ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞതെല്ലാം എന്താണ്? ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഹാൻഗാങ്ങിനെ കുറിച്ചിട്ട് താഴെ പറയുന്നത് ശരിയായവ ഏതൊക്കെയാണ്? ഒന്നാമത്തത് സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ഹാൻഗാങ്. പിന്നെ സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടിയിട്ടുണ്ട്. നാലാമത്തത് ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. എല്ലാം ശരിയാണ്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. അതെന്താണ്? ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായി. അതെന്താണ്? തെറ്റാണല്ലേ. 1924 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായത്. നാലാമത്തെ പ്രസ്താവന 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. നമുക്കറിയാം അല്ലേ, രവി നദിക്കരയിലാണ് ലാഹോർ സമ്മേളനം നടന്നത്. വർഷം ഏതാണ്? 1929 അല്ലേ, ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ ഇതിൽ എന്താണ് ഓപ്ഷൻ തെറ്റായിട്ടുള്ളത് 3 മാത്രമാണ്. ബാക്കിയെല്ലാം ശരിയാണ്. 1, 2, 4 ശരിയായിട്ടുള്ളതാണ്. ഒന്നും കൂടെ വായിക്കുക. ശരിയായിട്ടുള്ളത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. പിന്നെ 1934 ഗാന്ധിജി കോൺഗ്രസ്
പ്രസിഡൻ്റായി. അതെന്താണ്? അത് തെറ്റാണ് അല്ലേ. എപ്പോഴാണ് ഗാന്ധിജി പ്രസിഡൻ്റായത്? 1924 ഗാന്ധിജി കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസിഡൻ്റായത്. കോൺഗ്രസിൻ്റെ ബൽഗാം സമ്മേളനത്തിനാണ് 1924 ഗാന്ധിജി പ്രസിഡൻ്റായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1ാമത്തെ പ്രസ്താവന, 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ശരിയാണ്. 2ാമത്തെ പ്രസ്താവന എന്താണ്? കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ചൈനയിലാണോ കസാൻ സ്ഥിതി ചെയ്യുന്നത്? അല്ല അല്ലേ, റഷ്യയിലാണ് കസാൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്? തെറ്റാണ്. ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആണോ? ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി അല്ല. 4ാമത്തെ പ്രസ്താവന എന്താണ്? 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അപ്പോൾ ആൻസർ വരുന്നത് 5ാമത്തത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം ആണ് താഴെ കൊടുത്തതിൽ ശരിയായിട്ടുള്ളത്. അതായത് 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. അതാണ് ശരിയായിട്ടുള്ളത്. പിന്നെ 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അതുപോലെ കസാൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചൈനയിലല്ല, റഷ്യയിലാണ് കസാൻ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ബ്രിക്സിൻ്റെ ആസ്ഥാനം ഷാങ്ഹായി ആണ്. ചൈനയിലെ ഷാങ്ഹായി ആണ്, ന്യൂഡൽഹിയല്ല. അതൊന്ന് ഓർമ്മിച്ച് വെച്ച്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6ാമത്തത് എന്താ പറയുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1ാമത്തെ പ്രസ്താവന, ISRO സ്ഥാപിതമായത് 1998 അത് തന്നെ തെറ്റാണല്ലേ. ISRO സ്ഥാപിതമായത് എപ്പോഴാണ്? 1969 ISRO സ്ഥാപിതമായത്. 2ാമത്തെ പ്രസ്താവന എന്താണ്? ഇതിൻ്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണ്. അതും എന്താണ്? തെറ്റാണല്ലേ. നമുക്കറിയാം എവിടെയാണ് ISROൻ്റെ ആസ്ഥാനം? ബാംഗ്ലൂരു ആണ്. അന്തരീക്ഷ ഭവൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ബാംഗ്ലൂരു. 3ാമത്തെ പ്രസ്താവന, ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ് അല്ലേ. 4ാമത്തെ എന്താ പറയുന്നത്? വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അല്ലേ. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? 3ഉം 4ഉം ആണ് ശരി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ISRO സ്ഥാപിതമായത് എപ്പോഴാണ്? 1969 സ്ഥാപിതമായത്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരിലുള്ള അന്തരീക്ഷ ഭവനാണ്. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്വാതന്ത്ര്യ സമര കാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അല്ലമീൻ പത്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1ാമത്തെ പ്രസ്താവന എന്താണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. അതെന്താണ്? ശരിയാണല്ലേ. പിന്നെ 2ാമത്തത് എന്താണ്? 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. അതും ശരിയായിട്ടുള്ള ഉത്തരമാണ്. പിന്നെ 3ാമത്തെ പറയുന്നത് 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. അതും ശരിയായിട്ടുള്ളതാണ്. 4ാമത്തെ പ്രസ്താവന എന്താണ് പറയുന്നത്? പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരിക്കുന്നത് താനൂരിലാണ്. അതെന്താണ്? തെറ്റാണല്ലേ. എവിടെയാണ്? കോഴിക്കോടാണ് പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്, കോഴിക്കോട്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1ഉം 2ഉം 3ഉം ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അപ്പോൾ ഒന്നുകൂടെ പറയാം. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് അല്ലമീൻ പത്രം ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. 3ാമത്തെ പ്രസ്താവന 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. പത്രത്തിൻ്റെ ഓഫീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. അപ്പോൾ ഇവിടെ തന്നത് 2025 പുരസ്കാരങ്ങളാണ്. 1ാമത്തത് എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. അത് ശരിയാണ് അല്ലേ. NS മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം 2025 കിട്ടിയിട്ടുള്ളത്. വയലാർ അവാർഡ് അശോകൻ ചരുവിൽ. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. 3ാമത്തത് കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? MK സാനുവിനാണ്. എല്ലാം 2025 അവാർഡുകളാണ്. 4ാമത്തത് പറയുന്നത് ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ. അതെന്താണ്? തെറ്റാണ് അല്ലേ. ഓടക്കുഴൽ അവാർഡ് 2025 കിട്ടിയത് ആർക്കാണ്? K അരവിന്ദാക്ഷനാണ്. ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്? അരവിന്ദാക്ഷനാണ് കിട്ടിയത്. അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? അതിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചത്. അപ്പോൾ 4 മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അപ്പോൾ ശരിയായിട്ടുള്ള ഒന്നുകൂടെ പറയാം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, വയലാർ അവാർഡ് അശോകൻ ചരുവിൽ, കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത് MK സാനുവിന്, 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് K അരവിന്ദാക്ഷൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്?
ഒന്നാമത്തത് അതിർത്തി ഗാന്ധി മരണം. അപ്പോൾ അതിൻ്റെ വർഷം നമ്മൾ അറിയണം അല്ലേ. അതിർത്തി ഗാന്ധി മരിച്ചത് എപ്പോഴാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി. 1988 മരണം. രണ്ടാമത്തെ എന്താണ്? മലബാർ കലാപം നടന്ന വർഷം 1921. മൂന്നാമത്തെ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. നാലാമത്തെ എന്താണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം. ഏത് വർഷമാണ് ജവഹർലാൽ നെഹ്റു മരിച്ചത്? 1964 മെയ് 27 അല്ലേ. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ആദ്യം ഒന്ന് എഴുതി വെച്ചിട്ട് നമുക്കൊന്ന് അത് കാലഗണനാ ക്രമത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് ഏതാണ്? മലബാർ കലാപം അല്ലേ. 1921 മലബാർ കലാപം. അപ്പോൾ രണ്ടാമത്തതാണ് ആദ്യം വരുന്നത്. അങ്ങനെയുള്ള ഓപ്ഷൻ 2 ഉണ്ടല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. 2, 3 അങ്ങനെ ആ ഒരു ഓർഡറിൽ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അപ്പോൾ ഒന്നുകൂടെ പറയാം. മലബാർ കലാപം 1921. പിന്നെ എന്താണ് ഓർഡർ? ക്ഷേത്രപ്രവേശന വിളംബരം 1936. പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം എപ്പോഴാണ്? 1964. പിന്നെന്താണ്? അതിർത്തി ഗാന്ധിയുടെ മരണം 1988. അതാണ് കറക്റ്റ് ഓർഡർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 അതെന്താണ്? ശരിയാണ് അല്ലേ. പിന്നെന്താണ് രണ്ടാമത്തെ പ്രസ്താവന? KMLR ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തത് കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. അതും എന്താണ്? ശരിയാണല്ലേ. നാലാമത്തെ എന്താ പറയുന്നത്? ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേ ആണിത്. ആണോ? അല്ല അല്ലേ. ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ റെയിൽവേ ആണ് കൊച്ചി മെട്രോ. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ് പറയുന്നത്? അത് സി ആണ് കേട്ടോ. 10 സി ആണ് വരുന്നത്. അതായത് 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 രണ്ടാമത്തത് എന്താണ്? KMLR ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. മൂന്നാമത്തെ പ്രസ്താവന കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ റെയിൽവേ ആണ് ഇത് കൊച്ചി മെട്രോ റെയിൽവേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കീബുൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നമുക്കറിയാമല്ലേ കീബുൾ ലഞ്ചാവോ ഒഴുകുന്ന പൂന്തോട്ടമൊക്കെ ഉള്ളത് അല്ലേ. അതെവിടെയാണ്? മണിപ്പൂരിലാണ്. കീബുൾ ലഞ്ചാവോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂരിലാണ്. 12ാമത്തെ ചോദ്യം എന്താണ്? നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണ്? അത് ഓപ്ഷൻ എ ആണ് ഉത്തരം. അഹമ്മദാബാദ്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരമാണ് അഹമ്മദാബാദ്. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം. ബൈ.